പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായാൽ അല്ലാതെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കിണറ്റിലൊരു ജീവി വീണാലൊക്കെ തന്നെയും നമ്മൾ വിളിക്കുന്നത് എന്തിനാ ഇപ്പോൾ കയ്യിൽ മോതിരം കുടുങ്ങിയാലും തലയിൽ പാത്രം കുടുങ്ങിയാലും ഒക്കെ നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? ഫയർഫോഴ്സിനെയാണല്ലേ. നമുക്ക് വർഷങ്ങളായി ഒരു കെട്ടിടം വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്ന ഫയർഫോഴ്സ് വിഭാഗത്തിന്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു കെട്ടിടം പണിതിട്ടുണ്ട്, എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഇത് ഉപയോഗശൂന്യമായിരിക്കുകയാണ്. വെഞ്ഞാറമൂട് ഫയർ സ്റ്റേഷനെ കുറിച്ചാണ് പറഞ്ഞു തന്നത്. സാന്ത്വന സാജു തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം. റോഡിനോട് ചേർന്ന് കീഴായിക്കോണം എറിപ്പാറയിലാണ് പുതിയ ഫയർ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനായി 2,60,00,000 രൂപ സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ചിരുന്നു. തുടർന്ന് ഊരാളുങ്കൽ കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ ഇനിയും 75 ലക്ഷത്തിലേറെ രൂപ വേണം അനുബന്ധ പണികൾ തീർക്കാൻ. 23-ല് 2,60,00,000 രൂപയ്ക്ക് ഒരു എസ്റ്റിമേറ്റ് ഇടുകയും അതനുസരിച്ച് ഇതിന്റെ പണി തുടങ്ങുകയും ചെയ്തു. പക്ഷെ അതിൽ കെട്ടിടം മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ. ഒരു 38ഓളം വരുന്ന ജീവനക്കാർക്ക് ഒരു ബാത്റൂം ഫെസിലിറ്റിയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെ ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് ഏതാണ്ട് ഒരു 78 ലക്ഷം രൂപയ്ക്ക് ധനാനുമതിക്ക് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. പണിയിൽ നിരവധി അപാകതകളുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ബിൽഡിംഗ് സെക്ഷൻ ആയിരുന്നു ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത്. അവർക്ക് പറ്റിയൊരു പിഴ ഉള്ളതായിട്ടാണ് നമ്മൾ സംശയിക്കുന്നത്. ഇത് എല്ലാം കൂടി ചേർത്താണ് എസ്റ്റിമേറ്റ് എടുത്തത്. പക്ഷെ അവസാനം വന്നപ്പോൾ ഈ കെട്ടിടം മാത്രം ചെയ്ത് ബാക്കിക്ക് പിന്നെ പുതിയൊരു എസ്റ്റിമേറ്റ് ഇട്ട് പോവുകയാണ് ഉണ്ടായത്. നിലവിൽ കെട്ടിടത്തിന് ചുറ്റും കാടുകൾ നിറഞ്ഞ് കെട്ടിടം നാശാവസ്ഥയിലാണ്. കെട്ടിടം ഉപയോഗിക്കാതെ കിടക്കുന്നതിനാൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം വേറെയും. നിറച്ചു കാടുകളിൽ സാമൂഹിക വിരുദ്ധരുടെ ഒരു താവളമാണ് ഇപ്പോൾ. രാത്രിയാകുമ്പോൾ ഇതിനകത്ത് ആള് വരുന്നു. സ്റ്റേഷനിൽ നിന്നിടയ്ക്ക് ജീവനക്കാരൊക്കെ വന്ന് വിരട്ടി ഓടിക്കും. എന്നാലും എപ്പോഴും ഇതിനകത്ത് കയറി ഇതിന്റെ ഇരുമ്പ് പാഴ്സുകളൊക്കെ ഇളക്കിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ. 9 പഞ്ചായത്തുകൾക്ക് ആശ്രയവും വെഞ്ഞാറമൂട് ഫയർ സ്റ്റേഷന്റെ നിരവധി വർഷത്തെ സ്വപ്നവുമാണ് പുതിയ കെട്ടിടം. അതിനാൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എത്രയും വേഗം നടത്തി വാടക കെട്ടിടത്തിന്റെ പരിമിതികൾക്കുള്ളിൽ തുടരുന്ന അഗ്നിരക്ഷാ നിലയത്തിന് തുറന്നു നൽകണമെന്നാണ് നിലവിലെ ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.